എങ്ങനെയുണ്ട് ക്യാമ്പസൊക്കെ? ക്യാമ്പസൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഫ്രണ്ടിലേക്കുള്ള ലെക്ചേഴ്സും സ്റ്റുഡൻസും സീനിയേഴ്സും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നു. BBAൻ്റെ കൂടെ ഒരുപാട് ഡിപ്ലോമാസ് ഉണ്ട്. മോർ ദാൻ ഡിപ്ലോമാസ് 13 ഡിപ്ലോമാസോളം കൊടുക്കുന്നുണ്ട്. ആഡ് ഓൺ ആയിട്ട് കൊടുക്കും. അയാട്ട, ഡാറ്റം, പിന്നെ അങ്ങനെ ഒരുപാട് ഡിപ്ലോമാസ് ഉണ്ട് കൊടുക്കുന്നത്. ഇന്ന് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ എക്സാം എഴുതുന്നു, പാസ്സാവുന്നു. അതിനപ്പുറത്തേക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരിഷ്ടപ്പെടുന്ന മേഖലയിലേക്ക് ഈസി ആയിട്ട് ജോലിയിലെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രയാസകരമാണ്. പക്ഷെ തിരൂരിലൊരു ബെസ്റ്റ് കോളേജാണ് TC കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വിവിധ ഡിഗ്രി പ്രോഗ്രാമുകളുണ്ട്, ഡിപ്ലോമകളുണ്ട് കേട്ടോ. പക്ഷേ ഈ 3 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിയുന്നതോടുകൂടി ഇവർക്ക് ഒരുപാട് സ്കിൽസ്, അതേപോലെ തന്നെ ഇവർക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ട എല്ലാ എക്സ്പോഷറും സപ്പോർട്ടും എക്സ്പീരിയൻസും ഇവിടുത്തെ ഫാക്കൽറ്റീസ്, ഇവിടുത്തെ ടീച്ചേഴ്സ് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ക്യാമ്പസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ TC കോളേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വർഷങ്ങളായിട്ട് UAE അൽമൂദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്, അതിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രിയപ്പെട്ട മക്കളോട്, സ്റ്റുഡൻസിനോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നുള്ളതും. പൊതുവേ പിന്നെ ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് ഡിഗ്രികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ വ്യത്യസ്തമായിട്ട് എക്സ്പീരിയൻസ് നൽകിക്കൊണ്ട് ഇവരെ ഒരു പ്ലേസ്മെൻറ്റ്, ഒരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു കോളേജാണ് TC കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ സ്റ്റുഡൻസും പാരൻസും മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണിത്. നമുക്ക് വരുന്നത് ഇപ്പോൾ നോർമൽ കേസിൽ BBA ഒരു പെർട്ടിക്കുലർ എലക്ടീവ്സ് ആയിട്ട് മാത്രമേ ഫ്രം ദ ബിഗിനിങ് നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല. ആഫ്റ്റർ 2 years ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും ദേ ക്യാൻ ഡിസൈഡ് അവർക്ക് എന്താ വേണ്ടെന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. ഫൈനാൻസ് വേണോ, ടാക്സേഷൻ വേണോ, ഏവിയേഷൻ വേണോ, ടൂറിസം വേണോ, അങ്ങനെ ഡിഫറെൻറ്റ് ഒരു സെഗ്മെന്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് വരുന്നത്. NSTC നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്. അതായത് ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള അപൂർവം സ്ഥാപനങ്ങളിൽ ഒന്നാണ് TC കോളേജ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി. പൊതുവേ ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില ക്യാമ്പസ് ചിലതൊക്കെ വെറും ഒരു വിനോദയാത്ര മാത്രം അങ്ങനെ ഒതുങ്ങാറുണ്ട്. നിങ്ങളുടെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു വളരെ വ്യത്യസ്തമാണെന്നുള്ളത്, അതെന്താ സംഭവം? നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ KTDFC, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പോലെയുള്ള ഗവൺമെന്റ് ഓർഗനൈസേഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അവർ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് കിട്ടാറുണ്ട്, സർട്ടിഫിക്കറ്റ്സ് കിട്ടാറുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഫൺ ട്രാവൽ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ദേ വിൽ ബി ഏബിൾ ടു ലേൺ സംതിങ്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതിനകത്ത്. നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് BBA ലോജിസ്റ്റിക്സ്, BBA ഏവിയേഷൻ, BBA ട്രാവൽ ആൻഡ് ടൂറിസം, BBA ടാക്സേഷൻ, BBA ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള കോഴ്സസാണ് നമ്മൾ കൊടുക്കുന്നത്. BA വരുന്നത് BA ഇംഗ്ലീഷ്, BTS ബാച്ചലർ ഓഫ് ടൂറിസം സ്റ്റഡീസ്, അങ്ങനെയുള്ള കുറച്ച് കോഴ്സസും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് BBA തന്നെയാണ്. കാരണം ഈ BBAയിൽ നിന്ന് കുട്ടികൾക്ക് എവിടേക്കും ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദേ വിൽ ബി ഏബിൾ ടു ഡൈവേർട്ട് ടു എനി സെഗ്മെന്റ് വാട്ട് എവർ ദേ വിഷ്. അവർക്ക് ഏത് ഭാഗത്തേക്ക് അവർക്ക് പോകാൻ പറ്റും. ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് വി ഹാവ് എ കമ്പനി കോൾഡ് അൽമോദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ UAE മാസ്റ്റർ കമ്പനിയാണ്. ആ കമ്പനിയുടെ അണ്ടറിലുള്ള കമ്പനീസിലേക്ക് ഓപ്പർച്യൂണിറ്റീസിൽ നമ്മളിവരെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം നോർമലി ഈ പ്ലേസ്മെന്റ് എന്നുള്ളത് ഒരു വലിയ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് പലർക്കും മാറുന്നത് വേറെ പല കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് എ കമ്പനി, നമുക്ക് നമ്മുടേതായിട്ടുള്ള കമ്പനി ഉണ്ട്. സോ വി വിൽ ബി ഏബിൾ ടു പ്ലേസ് ദ സ്റ്റുഡൻസ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്കിൽസ് ആണ്. സ്കിൽസ് എന്ന് പറയുന്നത് ചുമ്മാ നമ്മളൊരു സ്കിൽ എന്ന് പറയുന്നതല്ല. ദേ വിൽ ബി ഹാവിങ് കപ്പാസിറ്റി ടു ഫേസ് ദ ഇൻ്റർവ്യൂവർ. അവർക്ക് ഒരു ഇൻ്റർവ്യൂവറെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ദേ വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വെരി ഫ്ലുവൻലി. ഹിന്ദി കൊടുക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെയുള്ള മുഴുവൻ സ്കിൽസും ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ എത്തുന്ന സമയത്ത് ദേ വിൽ ബി 100% കോൺഫിഡൻറ്റ്. അതാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഞാൻ BADS അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങൾ TC കോളേജ് ഓഫ് ഏവിയേഷൻ? TC ഞാനിവിടെ വരുന്ന ടൈമിൽ ഞാൻ അത്ര വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കുറേയൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. നല്ല അതെന്തുകൊണ്ടാണ്? ലെക്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ സ്റ്റുഡൻസും അതുപോലെ തന്നെയാണ്. നല്ല ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആണല്ലേ? ഞാൻ ഇവിടെ പഠിക്കുന്നത് BBA വിത്ത് ഏവിയേഷൻ ആണ്. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇംഗ്ലീഷ് ആയാലും എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മേ ബി പറയുകയാണെങ്കിൽ പ്രസൻറ്റേഷൻസ് ഇറ്റ്സ് വെരി ഗുഡ്. ഫസ്റ്റ് നമ്മൾ ബേസിക്കലി തുടങ്ങുകയാണെങ്കിൽ മലയാളത്തിലാണ്, പിന്നെ നമ്മൾ മെല്ലെ ഇംഗ്ലീഷ്.
ഇവിടുത്തെ ലെക്ചേഴ്സിനെ പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. BBA വിത്ത് ഏവിയേഷൻ അത്രയും ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ ലെക്ചേഴ്സ് കാരണം ഭയങ്കര സിമ്പിളായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാ ലെക്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ മറ്റ് സീനിയർ ജൂനിയർ ക്ലാസിഫിക്കേഷൻസ് ഒന്നുമില്ല, എല്ലാവരും ഒരേ എന്താ പറയുക വൈബും. ഒരുപാട് പ്ലസ് BBAൻ്റെ കൂടെ ഒരുപാട് ഡിപ്ലോമാസ് ഉണ്ട്. മോർ ദാൻ ഡിപ്ലോമാസ് 13 ഡിപ്ലോമാസോളം കൊടുക്കുന്നുണ്ട്. ആഡ് ഓൺ ആയിട്ട് കൊടുക്കും. അയാട്ട, ഡാറ്റം, പിന്നെ അങ്ങനെ ഒരുപാട് ഡിപ്ലോമാസ് ഉണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം എനിക്ക് ആഗ്രഹം ക്യാബിനറ്റ് പോകാനാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു ഇംഗ്ലീഷ് നല്ല അറിയണം, ഹിന്ദി, പിന്നെ മറ്റ് സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ ഹാൻഡ്ലിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു, ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, BA ഇംഗ്ലീഷ് വിത്ത് ഏവിയേഷൻ ആൻഡ് അയാട്ട. എങ്ങനെയുണ്ട് ക്യാമ്പസ് ഒക്കെ? ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയായിട്ടുള്ള ലെക്ചേഴ്സും സ്റ്റുഡൻസും സീനിയേഴ്സും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? കോഴ്സ് കഴിഞ്ഞിട്ട് എവിടെ എന്ത് ജോലിയാണ് ഉദ്ദേശിക്കുന്നത്? മേ ബി എയർപോർട്ട് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടൂർ ഗൈഡ് അങ്ങനത്തെ ഇതിന് ബേസ് ചെയ്തിട്ട് പഠിക്കാൻ അതിനുള്ള സപ്പോർട്ട് സന്തോഷം കേട്ടോ. താങ്ക് യു. പിന്നെ ഞാൻ ടീച്ചേഴ്സ് പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ക്വാളിഫൈഡ്, അത് അങ്ങനെയാണ് അപ്പോയിൻമെന്റ്. അതെ, എല്ലാം നെറ്റും സെറ്റും കഴിഞ്ഞ ടീച്ചേഴ്സാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി കിട്ടുമല്ലോ. ആണല്ലേ. ഫോറിൻ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ടീച്ചേഴ്സ്, ഫോറിൻ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്, മാൽദീവ്സിൽ വർക്ക് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്, സൗദിയിൽ വർക്ക് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. സോ അപ്പോൾ TC കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് തിരൂർ ടൗൺ ഹാളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ ഒരു 200 മീറ്റർ മുന്നോട്ട് വന്നാൽ മതി. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ, UAE ഇവരുടെ വലിയൊരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ബെസ്റ്റ് നല്ല സ്റ്റുഡൻസിന് ഇവർ അവിടെ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ക്യാമ്പസാണ്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.